നമസ്കാരം. വാർത്തയിൽ ഇന്ന് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വൈഗ കൊലക്കേസിൽ പിതാവ് സനു മോഹന ജീവപര്യന്തം 28 വർഷം കഠിന തടവ് അനുഭവിക്കണം. തെളിഞ്ഞത് കൊലപാതകമടക്കം 5 കുറ്റങ്ങൾ. വിധി പറഞ്ഞത് എറണാകുളം പോക്സോ കോടതി. തിരുവനന്തപുരം പോത്തൻകോട് കൈക്കുഞ്ഞിനെ കൊന്നത് അമ്മ തന്നെ. കിണറ്റിലെറിഞ്ഞെന്ന് സമ്മതിച്ച് സുരിത. മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് പോലീസ്. പാലക്കാട് നടുപ്പുണിയിൽ 3 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം. 77കാരൻ കസ്റ്റഡിയിൽ. തിരുവനന്തപുരം തിരുവല്ലത്ത് ആത്മഹത്യ ചെയ്ത യുവതി നേരിട്ടത് നിരന്തര പീഡനം. ഭർത്താവിനെതിരായ തെളിവുകൾ ലഭിച്ചെന്ന് പോലീസ്. കേസിൽ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. എം പി ഗോവിന്ദന്റെ അപകീർത്തി കേസിൽ സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്തു. തന്നെ നിശബ്ദയാക്കാൻ ശ്രമമെന്ന് സ്വപ്ന. മുഖ്യമന്ത്രിക്കെതിരായ എല്ലാ തെളിവുകളും കൈവശമുണ്ടെന്നും സ്വപ്ന. അവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ജനങ്ങളുടെ ഇടയിൽ പിന്തുണയുള്ളൊരു ആളാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി ജയിക്കാൻ ഇതും സഹായകരമാവും. അല്ലെങ്കിലും സുരേഷ് ഗോപി ജയിക്കും. തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു വി മുരളീധരൻ. സംസ്ഥാന നേതൃത്വത്തിൽ പുതുമുഖങ്ങൾ വരും. മറ്റു പാർട്ടികളിലെ പ്രമുഖർ ബിജെപിയിലേക്കെന്നും കേന്ദ്രമന്ത്രി. ബിജെപിയുമായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ കേരളത്തിലുണ്ട്. നേതാക്കന്മാരുടെ ഇടയിലുണ്ട്, താഴെത്തട്ടിൽ അണികളുടെ ഇടയിലുണ്ട്. അതിന് പറ്റിയ സമയമാകുമ്പോൾ അവർ വരും. രാമക്ഷേത്ര ഉദ്ഘാടന ക്ഷണത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച് സമസ്ത. യെച്ചൂരിയുടെ ആർജവം സോണിയാഗാന്ധിയിൽ പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ നിലപാടെന്നും സുപ്രഭാതത്തിൽ ലേഖനം. ബിജെപി അജണ്ടയിൽ വീഴരുതെന്ന് മുസ്ലിം ലീഗ്. Yatra from east to west. Now Rahul Gandhi also agreed to fulfill the wishes of the CWC. So All India Congress Committee has decided to hold a Bharat Nyaya Yatra from January 14 to March 20th from Manipur to Mumbai. വരുന്നു ഭാരത് ജോഡോ യാത്ര 2ാം പതിപ്പ്. ഭാരത് ന്യായ് യാത്ര മണിപ്പൂർ മുതൽ മുംബൈ വരെ ജനുവരി 14 മുതൽ മാർച്ച് 20 വരെ നീളും. ഭക്തിപൂർണം ശബരിമല. മണ്ഡലപൂജ നടന്നു. തിരക്ക് നിയന്ത്രണ വിധേയം. ISLൽ വിജയം തുടരാൻ കേരള ബ്ലാസ്റ്റേഴ്സ്. മോഹൻ ബഗാൻ എതിരാളികൾ രാത്രി 8 മുതൽ ന്യൂസ് 18 കേരളത്തിൽ തത്സമയം. വിശദമായ വാർത്തകൾ നോക്കാം. CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റേതാണ് തീരുമാനം. നാളത്തെ സംസ്ഥാന കൌൺസിൽ പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും. വി അരുൺ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അരുൺ, മാറ്റങ്ങളൊന്നുമില്ല, ബിനോയ് വിശ്വം തന്നെ തുടരും അല്ലെ? കാനം രാജേന്ദ്രൻ നിര്യാണത്തിന് ശേഷം കോട്ടയത്ത് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗമാണ് ബിനോയ് വിശ്വത്തിന്റെ പേര് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് താൽക്കാലികമായി നിർദ്ദേശിച്ചത്. കാനം രാജേന്ദ്രൻ പാർട്ടിക്ക് അവധി അപേക്ഷയുടെ കത്തിലും ബിനോയ് വിശ്വത്തിന്റെ പേര് തന്നെയായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഇന്ന് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലും മറ്റു പേരുകളൊന്നും പരിഗണനയ്ക്ക് വന്നില്ല. നാളെ സംസ്ഥാന കൌൺസിലാണ് ഈ തീരുമാനത്തെ അംഗീകരിക്കേണ്ടത്. സംസ്ഥാന എക്സിക്യൂട്ടീവ് ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയായി നിർദ്ദേശിച്ച തീരുമാനം അംഗീകരിക്കേണ്ട സംസ്ഥാന കൌൺസിലാണ്. നാളെ ചേർന്ന സംസ്ഥാന കൌൺസിൽ ബിനോയ് വിശ്വത്തിന്റെ പേര് അംഗീകരിക്കും. അതിനപ്പുറത്തേക്കൊരു പേര് ഉയർന്നു വരാൻ സാധ്യതയില്ല. മറ്റു നേതാക്കളുടെ ബിനോയ് വിശ്വത്തിന്റെ രീതി ശരിയായില്ലെന്ന വിമർശനം കെ ഇസ്മായിലും മറ്റും ഉന്നയിച്ചെങ്കിലും ഒരു വിഭാഗീയ നീക്കത്തിന് നിൽക്കില്ലെന്ന് കെ പ്രകാശ് ബാബു ഉൾപ്പെടെ വ്യക്തമാക്കിയതോടെയാണ് എതിർവിഭാഗത്തിന്റെ വഴികൾ അടയുന്നത്. അങ്ങനെയെങ്കിൽ നാളെ ബിനോയ് വിശ്വത്തെ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി തീരുമാനിക്കും, ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. കാനത്തിന്റെ പിൻഗാമിയായി ദേശീയ സെക്രട്ടറി കൂടിയായ ബിനോയ് വിശ്വം CPIയിലെത്തും. അതായത് അപസ്വരങ്ങളില്ലാതെ ഒറ്റക്കെട്ടായുള്ള തീരുമാനം എന്ന് നമുക്ക് വിലയിരുത്താമോ? എതിരഭിപ്രായമുള്ളവരുണ്ട്. പക്ഷെ അതൊരു തീരുമാനത്തെ മറികടക്കാൻ തക്ക ശേഷിയുള്ള ഒരു
എതിരഭിപ്രായമായി ഉയർന്നു വരില്ല. പ്രകാശ് ബാബു അടക്കമുള്ളവർക്ക് ഈ ചന്ദ്രശേഖരനെ പോലുള്ള നേതാക്കൾക്കൊക്കെ ബിനോയ് വിശ്വം തെരഞ്ഞെടുത്ത രീതി ശരിയായില്ല എന്ന അഭിപ്രായമുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ ഒരു വിഭാഗീയ നീക്കത്തിന് അവരാരും കൂടെ നിൽക്കില്ല. അങ്ങനെയെങ്കിൽ കെ ഇസ്മായിൽ പക്ഷത്തിന്റെ ആ നീക്കങ്ങൾ ഈ ഘട്ടത്തിൽ വിജയിക്കില്ല. പകരം ഭാവിയിൽ ഒരു വിഭാഗീയ ശ്രമങ്ങൾ, വിഭാഗീയത കൂടുതൽ ശക്തമായി CPI വരാനിടയുണ്ട്. പക്ഷേ നാളെ ദേശീയ നേതൃത്വം ഇന്ന് ടി രാജഗുരു പങ്കെടുത്ത സംസ്ഥാന എക്സിക്യൂട്ടീവാണ് ബിനോയ് വിശ്വത്തിന്റെ പേര് തന്നെ നിർദ്ദേശിച്ചാൽ മതി എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നത്. അതുകൊണ്ട് തന്നെ നാളെ ചേരുന്ന സംസ്ഥാന കൗൺസിലും ബിനോയ് വിശ്വത്തിന്റെ പേര് അംഗീകരിക്കും. അതിൽ കാര്യമായ എതിർസ്വരങ്ങൾ ഉയർന്നു വരാനിടയില്ല. ശരി, എന്തായാലും കാരണത്തിന്റെ ആഗ്രഹം പോലെ അദ്ദേഹത്തിന്റെ പിൻഗാമിയെ തീരുമാനിക്കുന്നു. CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റേതാണ് തീരുമാനം. നാളത്തെ സംസ്ഥാന കൗൺസിലിൽ പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും. PV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. വൈഗ കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയ പ്രതി സനു മോഹന് ജീവപര്യന്തം. എറണാകുളം പോക്സോ കോടതിയുടേതാണ് വിധി. കൊലപാതകം ഉൾപ്പെടെ ചുമത്തിയ 5 വകുപ്പുകളും തെളിഞ്ഞതായി കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. വിവിധ വകുപ്പുകളിലായി 28 വർഷമാണ് തടവ്, 1,70,000 രൂപ പിഴയും പ്രതി അടയ്ക്കണം. കൊലപാതകം ഉൾപ്പെടെ 5 കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ തെളിഞ്ഞത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ പരിഗണിച്ചുകൊണ്ട് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ അഭ്യർത്ഥിച്ചിരുന്നത്. എന്നാൽ കോടതി ഇത് ആ രീതിയിൽ കാണാൻ കഴിയുമോ എന്ന ഒരു മറുചോദ്യം തുടക്കത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു. പിതാവിനാൽ മക്കൾ കൊല്ലപ്പെടുന്ന കേസുകൾ വീണ്ടും കോടതിക്ക് മുന്നിൽ പലപ്പോഴായി എത്തുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കോടതി ഈ ഒരു കാര്യം ചോദ്യം തിരിച്ച് ഉന്നയിച്ചത്. എന്തായാലും ഇത് സംബന്ധിച്ച് വിധി പ്രസ്താവം വന്നിരിക്കുന്നു. ആ വിധിയിൽ പ്രോസിക്യൂഷൻ അടക്കം സംതൃപ്തി രേഖപ്പെടുത്തുന്നു. സാഹചര്യ തെളിവുകളാണ്. ആ തെളിവുകൾ എല്ലാം തന്നെ പൂർണ്ണമായും കോടതി മുമ്പാകെ ഞങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടുണ്ട്. ആ തെളിവുകൾ പൂർണ്ണമായും കോടതി അംഗീകരിച്ചതുകൊണ്ടാണല്ലോ ഇത്രയും നല്ലൊരു വിധി, ഞങ്ങൾ പ്രതീക്ഷിച്ച വിധി തന്നെ തീർച്ചയായും വന്നിട്ടുണ്ട്. ഇൻകപ്പാസിറ്റേറ്റ് ചെയ്തു എന്നുള്ളതിനും കുട്ടിയെ മദ്യം കൊടുത്തു എന്നുള്ള JJ ആക്ട് പ്രകാരമുള്ള ഒരു വകുപ്പിലും കൂടി കോടതി അയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 28 വർഷം തടവും കൊലക്കുറ്റത്തിന് ജീവപര്യന്തം തടവുമാണ് വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1,70,000 രൂപ കൂടി ഈ പ്രതി പിഴയൊടുക്കുകയും വേണം. കൊലക്കുറ്റം ഒഴികെ ലഭിച്ച വിവിധ വകുപ്പുകളായി ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെ ലഭിച്ച വകുപ്പുകളിൽ 28 വർഷം തടവിൽ 10 വർഷം എന്ന പരമാവധി വർഷമാണ്. അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. അതിനുശേഷം മാത്രമായിരിക്കും ജീവപര്യന്തം തടവ് തുടങ്ങുക. പിഴയൊടുക്കുന്ന തുകയുടെ ഒരു ഭാഗം കുട്ടിയുടെ അമ്മ സനുമോഹന്റെ ഭാര്യയ്ക്ക് നൽകുകയും വേണം. ഈ കേസിൽ ഇതിൽ വിധി പ്രസ്താവിച്ചപ്പോൾ പല ഘടകങ്ങളും കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇതിൽ സനു മോഹൻ തന്റെ മാതാവിന്റെ സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുവെങ്കിലും കോടതി അത് പരിഗണിക്കാതെ തന്നെയാണ് വിധി പ്രസ്താവത്തിലേക്ക് അടക്കം കടക്കുകയും ചെയ്തിരിക്കുന്നത്. സനു മോഹനെ ജയിലിലേക്ക് വൈകാതെ തന്നെ മാറ്റും. ജില്ലാ ജയിലിലായിരുന്നു അയാൾ ഉണ്ടായിരുന്നത്. ഇനി സെൻട്രൽ ജയിലിലേക്ക് അടക്കം മാറ്റും. ഇതിൽ 2021 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കടബാധ്യത മൂലം ഇയാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് പോലീസിനോട് പറഞ്ഞിരുന്നത്. അങ്ങനെ താൻ മരിക്കുകയാണെങ്കിൽ മകളെ നോക്കാൻ ആരും ഉണ്ടാകില്ല എന്ന് കരുതിയാണ്, മകളെ ഒപ്പം കൂട്ടാം എന്ന് കരുതി ഇയാൾ മകളെ ഭാര്യയുടെ ബന്ധുവീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയും പിന്നീട് മദ്യം കൊടുത്ത ഈ കുട്ടിയെ അവശനിലയിലാക്കിയതിനു ശേഷമാണ് ഇതിനെ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ കേസിൽ അതിനുശേഷം ഇയാൾ ഒളിവിൽ പോവുകയാണ്. ഇയാൾ ആത്മഹത്യ ചെയ്തു എന്നൊരു പ്രതീതി ഉണ്ടാക്കിയ ശേഷം ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇയാളുടെ കാർ അടക്കമുള്ള കാര്യങ്ങൾ CCTV ദൃശ്യങ്ങളിൽ പതിയുന്നത്. ഇതിനെ തുടർന്ന് നടത്തിയ ഏതാണ്ട് 1 മാസത്തോളം നീണ്ടുനിന്ന അന്വേഷണം 5 സംസ്ഥാനങ്ങളിലായി അന്വേഷണം നീണ്ടുനിന്നു. ഇതിൽ ഇയാളുടെ മുഴുവൻ കാര്യങ്ങളും, നേരത്തെ ഉണ്ടായിരുന്ന കടബാധ്യതകൾ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പോലീസിനെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇതിൽ സന്തോഷമുണ്ട്. വളരെ ഐ വിറ്റ്നസ് ഒന്നും ഇല്ലാത്ത കേസായിരുന്നു. വളരെ ശാസ്ത്രീയമായ രീതിയിലും സാഹചര്യ തെളിവുകളും കൂടി കൊണ്ട് ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്ത മുഴുവൻ സെക്ഷനുകളും, അത് നമ്മൾ പറഞ്ഞ മുഴുവൻ കുറ്റങ്ങളും കോടതിയിൽ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. അത് നമ്മളെ ചാർജിന്റെയും അതേപോലെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അത് വിജയിച്ചതിൽ സന്തോഷമുണ്ട്. മദ്യപാനത്തിനും ചൂതാട്ട ശൈലിക്കുമെല്ലാം ഒരു അടിമയായ ഒരു വ്യക്തിയായിരുന്നു സനു മോഹൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും കുടുംബവും ഇയാളുമായി കുറച്ച് നാളുകളായി പിണങ്ങി താമസിപ്പിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇയാൾ ഇങ്ങനെയൊരു നാടകം കളിക്കുന്നതും തൻ്റെ കുറ്റകൃത്യങ്ങൾ, തൻ്റെ ഈ കടബാധ്യതകൾ, ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ സ്വന്തം കുഞ്ഞിനെ തന്നെ കൊലപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയൊരു നാടകം കളിക്കാൻ ഇയാൾ തീരുമാനിക്കുകയും ചെയ്തത്. ഏതാണ്ട് 75ഓളം സാക്ഷികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വിസ്തരിച്ചു. 135ഓളം തെളിവുകളും ഡോക്യുമെന്റുകളും കോടതിക്ക് മുൻപാകെ വരികയും ചെയ്തു. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ്
സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കേസുകൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പോക്സോ കോടതി, അതിവേഗ കോടതി ഇക്കാര്യത്തിൽ ജഡ്ജി കെ സോമനിക്ക ഇന്ന് വിധി പ്രസ്താവം നടത്തിയത്. തിരുവനന്തപുരം തിരുവല്ലത്ത് ആത്മഹത്യ ചെയ്ത യുവതി ഭർതൃഗൃഹത്തിൽ പീഡനത്തിനിരയായതിന് തെളിവുകൾ. ഷഹന പതിവായി ശാരീരിക പീഡനത്തിനിരയായെന്ന ബന്ധുക്കളുടെ ആരോപണം ശരിവയ്ക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് പോലീസിന് ലഭിച്ചത്. കേസിൽ പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. വിവിആറിന്റെ റിപ്പോർട്ടിലേക്ക്. തിരുവല്ലം വണ്ടിത്തടത്ത് ഇന്നലെയാണ് 22 വയസ്സുകാരി ആത്മഹത്യ ചെയ്ത്. ഭർത്താവുമായി 2 മാസത്തിലേറെ പിണങ്ങി സ്വന്തം വീട്ടിൽ കഴിയുകയായിരുന്നു ഷഹാന എന്ന യുവതി. ഇന്നലെ ഭർത്താവ് നൌഫൽ വീട്ടിലെത്തി കുഞ്ഞിനെ ബലപ്രയോഗത്തിലൂടെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. ഷഹനയുടെ ഭർത്താവിന്റെ മാതാവ് ക്രൂരമായി ഇവരെ പലപ്പോഴും മർദ്ദിച്ചതായി ബന്ധുക്കൾ പരാതി പറയുന്നുണ്ട്. ഇതിന് തിരുവല്ലം പോലീസ് നൽകിയ പരാതിയിലും അതുതന്നെയാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ചെറിയ ഒരു സംസാരത്തിലെന്തോ വിഷയത്തിൽ ഈ കൊച്ചിനെ കടിച്ച് കാലിന്റെ തൊടയിലും ദേഹത്ത് ചുണ്ടെല്ലാം കടിച്ച് മുറിച്ചു കളഞ്ഞു ഈ അമ്മായിയമ്മ. എന്നിട്ട് തറയിലിട്ട് ഉരുട്ടി മുറിക്കൊണ്ടൊക്കെ പിടിച്ച്, എന്നിട്ടാണ് അച്ഛനും അമ്മയെ വിളിച്ചു വരുത്തിയത് നിങ്ങളെ മോളെ ഒന്ന് കൊണ്ടുപോകാനെന്ന്. എന്നിട്ട് ഈ പയ്യൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നതല്ലാതെ മറുപടി ഒന്നും പറയേ. ഈ പയ്യൻ ഒന്ന് ആരെന്താ ഇവിടെ ഉപദ്രവിച്ചാലും ഈ പയ്യൻ മറുപടി പറയില്ല, അവൻ മിണ്ടാതിരിക്കും. ഷഹനയുടെ കുടുംബാംഗങ്ങളുടെ പരാതിയിൽ തിരുവല്ലം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിരന്തര പീഡനം നടന്നുവെന്ന പരാതി പോലീസ് ഗൌരവമായി തന്നെയാണ് കാണുന്നത്. മാത്രമല്ല, കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയതാണ്, നിർബന്ധിച്ച് 2 വയസ്സുള്ള കുഞ്ഞിനെ നൌഫൽ എടുത്തുകൊണ്ടുപോയതാണ് പെട്ടെന്നുള്ള ഈ ആത്മഹത്യക്ക് കാരണമായി എഫ്ഐആറിൽ പറയുന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ ഈ കുടുംബത്തിനെതിരെ ഷഹനയുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഒരു തവണ ആശുപത്രിയിൽ നൌഫലിന്റെ പിതാവ് ചികിത്സ കിടക്കുമ്പോൾ അവിടെ വെച്ച് പോലും ഈ നൌഫലിന്റെ, അതായത് ഷഹാനയുടെ ഭർത്താവിന്റെ അമ്മ ക്രൂരമായി മർദ്ദിച്ചു. ആ മർദ്ദനമേറ്റതിന്റെ പാടുകൾ സഹിതം കുടുംബാംഗങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീധന പീഡനം എന്ന പരാതി അവർക്കില്ല. പക്ഷേ സാമ്പത്തികമായി കുറച്ചുകൂടി സാമ്പത്തികം കുറവാണ് ഷഹനയുടെ കുടുംബം. നൌഫൽ വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലുള്ള ആളാണ്. ഷഹനയ്ക്ക് അത്രയും സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ട് അത് പറഞ്ഞ് നിരന്തരം വിവാഹം മോചനം ആവശ്യപ്പെട്ട് പീഡിപ്പിച്ചു എന്നതായും പരാതിയുണ്ട്. ഇതിന് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. പരാതി ശരിയെങ്കിൽ നൌഫലിന്റെ കുടുംബാംഗങ്ങളെയും നൌഫലിന്റെയും കേസിൽ പ്രതി ചേർക്കും. തിരുവല്ലം വണ്ടിത്തടത്ത് ഭർത്താവിന്റെ വീട്ടിലെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഷഹനയുടെ മൃതദേഹവുമായി ബന്ധുക്കൾ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ഷഹനയുടെ ഭർത്താവ് നൌഫലിനെയും അയാളുടെ മാതാപിതാക്കളെയും കേസിൽ പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. നിയമപരമായ നടപടി വേഗത്തിൽ സ്വീകരിക്കുമെന്ന ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഉറപ്പിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ഇന്നലെയാണ് ഷഹന വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. നൌഫൽ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയതിലുള്ള മനോവിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. കേസിൽ ഷഹനയുടെ കുടുംബാംഗങ്ങളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. തിരുവനന്തപുരം പോത്തൻകോട് നവജാത ശിശുവിനെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുറ്റസമ്മതം നടത്തിയ അമ്മ. മാനസിക പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും കാരണമാണ് 1 മാസം പ്രായമുള്ള മകൻ ശ്രീദേവിനെ കിണറ്റിൽ എറിഞ്ഞതെന്ന് അമ്മ സുരത പോലീസിനോട് പറഞ്ഞു. പോത്തൻകോട് മഞ്ഞമല അടപ്പിനകത്ത് ക്ഷേത്രത്തിന് സമീപം താമസിച്ചിരുന്ന സുരിത സജി ദമ്പതികളുടെ 36 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് ഇന്ന് വെളുപ്പിന് 2:30യോടുകൂടി വീടിന്റെ പുറകുവശത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടത്. ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പോലീസ് സ്ഥിരീകരിക്കുകയാണ്. കുഞ്ഞിന്റെ അമ്മ സുരിത തന്നെ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. നേരത്തെയും സുരിതയ്ക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് സുരിത കടന്നത്. എന്തായാലും ഇന്ന് രാവിലെ 2:30യോടുകൂടി ഈ കുഞ്ഞിനെ കാണാനില്ല എന്ന ഒരു പരാതി സുരിതയുടെ ഭർത്താവ്, അതായത് കുഞ്ഞിന്റെ പിതാവ് സജി പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന്റെ ഒരു ടവൽ ഈ വീടിന് പുറകുവശത്തെ കിണറ്റിന്റെ സമീപത്ത് നിന്ന് കണ്ടെത്തിയത്. പുറകുവശത്തെ വാതിൽ തുറന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ പോലീസ് വിവരം അറിയിക്കുകയായിരുന്നു. അവരെത്തി നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത്. എന്തായാലും ഇപ്പോൾ സുരിത തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള വിവരമാണ് പോലീസ് നൽകുന്നത്. എന്തായാലും ഇനി പോലീസിന്റെ ഒരു നടപടി, അതായത് കുഞ്ഞിന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തിനാണ് സുരിത ഇത് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ സുരിതയ്ക്ക് നേരത്തെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഉള്ള ഒരു കൊലപാതകത്തിലേക്ക് സുരിത കടന്നത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം.
പാലക്കാട് നടുപ്പുണിയിൽ റോഡരികിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന 3 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം. അതിഥി തൊഴിലാളിയുടെ മകളെ ആക്രമിച്ച വില്ലൂന്നി സ്വദേശിയായ 77-കാരൻ കന്തസ്വാമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജോലി തേടി കേരളത്തിലെത്തിയതാണ് അതിഥി തൊഴിലാളിയുടെ കുടുംബം. ഇന്ന് പുലർച്ചെ 5:30 സംഭവം. കുഞ്ഞിനെ തട്ടിയെടുത്ത് 50 മീറ്റർ അകലേക്ക് കൊണ്ടുപോയാണ് ഇയാൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയതെന്ന് പോലീസ് പറയുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ മാതാപിതാക്കൾ 77-കാരനെ തടഞ്ഞുവെച്ച് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. കുഞ്ഞിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേള. KSFE ഡയമണ്ട് ുമായി കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിലേക്ക്. വിജയക്കുതിപ്പ് തുടരുമോ ബ്ലാസ്റ്റേഴ്സ്? കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇന്ന് രാത്രി 7 മണി മുതൽ ന്യൂസ് 18. തിരികെ വാർത്തയിലേക്ക് വരുമ്പോൾ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറാൻ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ 30 കോടി രൂപ വാഗ്ദാനം ചെയ്തെന്ന ആരോപണത്തിൽ സ്വപ്ന സുരേഷ് പോലീസിന് മുൻപിൽ ഹാജരായി. CPM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് സ്വപ്നയ്ക്കെതിരായ കേസ്. അതേസമയം തന്നെ നിശബ്ദമാക്കാനുള്ള ശ്രമം നടക്കുന്നതായി സ്വപ്ന സുരേഷ് ആരോപിച്ചു. കേസിൽ കുടുക്കാനാണ് തന്നെ ചോദ്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്കെതിരായ എല്ലാ തെളിവുകളും കൈവശമുണ്ടെന്നും അവസാനം വരെ പോരാടുമെന്നും ചോദ്യം ചെയ്യലിന് ശേഷം സ്വപ്ന മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ എന്നെൻ്റെ ഫൈറ്റ് തുടങ്ങിയോ അന്നു മുതൽ പല കേസിലായിട്ട് എന്നെ കുടുക്കിയിട്ട് എന്നെ സൈലന്റ് ആക്കാനുള്ളൊരു ശ്രമമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഇറലവന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. I have all the evidences against the Honorable Chief Minister, his daughter, his family and everything related. I don't fabricate anything. I don't have time for all this nonsense. But let's see what's going to happen in the end. I'll keep fighting till the end. That's all I have to say. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മണ്ഡലത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശൂരിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയാലും ഇല്ലെങ്കിലും സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നും വി മുരളീധരൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്ന് ക്രൈസ്തവ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടല്ല. തൃശൂരിലെത്തുമ്പോൾ പ്രധാനമന്ത്രി ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ കൂടിക്കാഴ്ച നടത്തുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് 18 Q18 കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. തൃശ്ശൂരും സ്വാഭാവികമായിട്ടും ഞങ്ങൾ ജയിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ഡലം തന്നെയാണ്. കാരണം സുരേഷ് ഗോപി അവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ജനങ്ങളുടെ ഇടയിൽ പിന്തുണയുള്ളൊരു ആളാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അവിടെ പോയി നിൽക്കുന്നത്. അതൊന്നുമില്ല. സുരേഷ് ഗോപി ജയിക്കാൻ ഇതും സഹായകരമാവും. അല്ലെങ്കിലും സുരേഷ് ഗോപി ജയിക്കും. BJP സംസ്ഥാന നേതൃത്വത്തിലേക്ക് പുതിയ മുഖങ്ങളും വരുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. BJPയോട് അനുകൂല നിലപാടുള്ളവരിൽ മറ്റു പാർട്ടികളിലെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരുമുണ്ട്. പലരും പാർട്ടിയിലേക്ക് വരും. തെരഞ്ഞെടുപ്പിന് മുൻപ് ചിത്രം വ്യക്തമാകുമെന്നും കേന്ദ്രമന്ത്രി ന്യൂസ് 18 Q18 പറഞ്ഞു. സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റമുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. താങ്കൾ ഒരു പക്ഷേ സംസ്ഥാന നേതൃത്വത്തിലേക്ക് തിരിച്ചു വന്നേക്കുമെന്നുള്ള. ഞാൻ ഇപ്പോൾ തന്നെ സംസ്ഥാന നേതൃത്വത്തിലുണ്ടല്ലോ. ഞാൻ തിരിച്ചു വരേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പോയിട്ടേ ഇല്ല. നേതൃത്വത്തിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അല്ല, നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ സംസ്ഥാന നേതാക്കന്മാരായിട്ട് ഒരു 8-10 പേര് അറിയപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാവരും ഭാവിയിലുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ പുതിയ ആൾക്കാർ വരും. അതായത് സുരേഷ് ഗോപിയെ പോലെയുള്ള കുറെ പ്രമുഖർ ഈ തെരഞ്ഞെടുപ്പിൽ വന്നേക്കുമെന്നുള്ള ചില സൂചനകൾ. സുരേഷ് ഗോപി 6 കൊല്ലം MP ആയിരുന്ന ആളല്ലേ? അല്ല, പ്രമുഖരായിട്ടുള്ള ഒരുപക്ഷെ മുഖങ്ങൾ വന്നേക്കുമെന്നുള്ള ചില സൂചനകൾ. അത് മറ്റു പാർട്ടികളിലെ പലരും അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ചില സസ്പെൻസുകളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം അല്ല. കാരണം BJPയുമായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ കേരളത്തിലുണ്ട്. നേതാക്കന്മാരുടെ ഇടയിലുണ്ട്, താഴെത്തട്ടിൽ അണികളുടെ ഇടയിലുണ്ട്. അതിന് പറ്റിയ സമയമാകുമ്പോൾ അവർ വരും. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ 2ാം പതിപ്പുമായി കോൺഗ്രസ്. ഭാരത് ന്യായ് യാത്ര എന്ന് പേരിട്ട യാത്ര മണിപ്പൂരിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്കാണ്. അടുത്ത മാസം 14 ആരംഭിക്കുന്ന യാത്ര 14 സംസ്ഥാനങ്ങളിലൂടെയും കടന്നുപോകും. അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ക്ഷണത്തോടുള്ള സമീപനത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച സമസ്ത.
ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്ന CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആർജവമാണ് സോണിയാഗാന്ധിയിൽ നിന്ന് രാജ്യം പ്രതീക്ഷിക്കുന്നതെന്ന് സമസ്ത മുഖപത്രമായ സുപ്രഭാതം മുഖപ്രസംഗം എഴുതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസിനെ ഇന്നത്തെ നിലയിൽ എത്തിച്ചതെന്ന് നേതൃത്വത്തിന് ഓർമ്മയില്ലെങ്കിലും ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെന്നും സുപ്രഭാതം വിമർശിക്കുന്നു. ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് KC വേണുഗോപാലും VD സതീശനും ഒഴിഞ്ഞുമാറി. രാമക്ഷേത്ര വിഷയം രാഷ്ട്രീയമെന്നും BJP അജണ്ടയിൽ വീഴരുതെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. ക്ഷണം ലഭിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പോകില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ക്ഷണത്തെക്കുറിച്ച് കോൺഗ്രസ് തീരുമാനമെടുക്കണം. രാമക്ഷേത്രം മാത്രമല്ല BJPയുടെ ഒരജണ്ടയിലും വീഴരുതെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡല പൂജയ്ക്കൊരുങ്ങി സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിച്ച് സന്നിധാനത്ത് മണ്ഡലപൂജ. ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ 11 മണിയോടെയായിരുന്നു ചടങ്ങ്. ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണൻ, നാഗാലാൻഡ് ഗവർണർ NA ഗണേശൻ തുടങ്ങിയവർ മണ്ഡലപൂജയ്ക്ക് സന്നിധാനത്തെത്തിയിരുന്നു. ഇന്ന് രാത്രി 10 മണിക്ക് നടയടിക്കുന്നതോടെ മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തിയാകും. GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഇനി മുതൽ ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും. ഓസ്ട്രേലിയയിൽ സിഡ്നിയിലും ആഫ്രിക്കയിൽ കനഡയിലെ നെയ്റോബിയിലുമാണ് GTech പഠന കേന്ദ്രം ആരംഭിക്കുന്നത്. ഇതാദ്യമായാണ് കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരേ സമയം 2 ഭൂഖണ്ഡത്തിലേക്കും ചുവടുറപ്പിക്കുന്നത്. GTechൽ നിന്നും നിലവിൽ ലഭിക്കുന്ന കോഴ്സുകൾക്ക് പുറമെ ഏറ്റവും പുതിയ കോഴ്സുകളായ ഡാറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയും നൽകും. ഈ വർഷം വനിതാ ദിനത്തിൽ GTech നടപ്പിലാക്കിയ 1000 വനിതകൾക്ക് സൗജന്യമായി തൊഴിൽ നൽകുന്ന GTech വിമൻ പവർ പദ്ധതിയുടെ കോഴ്സ് പൂർത്തിയാക്കിയ മുഴുവൻ പേർക്കും ജോലി നൽകിയതായി GTech ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മെഹറൂഫ് മണലോടി പറഞ്ഞു. പുതിയ 2 കോണ്ടിനെന്റിൽ നമുക്കറിയാം, ഭൂഖണ്ഡത്തിലും കൂടെ നമ്മൾ GTechന്റെ ഓപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പം തന്നെ ഒരുപാട് രാജ്യങ്ങൾ, ഏകദേശം 20ഓളം രാജ്യങ്ങളിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ 2 കോണ്ടിനെന്റ്, അതിൽ ആദ്യത്തെ കോണ്ടിനെന്റ് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയിൽ GTechന്റെ സ്ഥാപനം നമ്മൾ തുടങ്ങുന്ന വിവരം നമ്മൾ എല്ലാവരെയും അറിയിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. നമ്മളെ കമ്പനി ഫോർമേഷനും എല്ലാം കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റൊരു ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള, ഇനിയും വരും കാലങ്ങളിൽ വാർത്താ സമ്മേളനത്തിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിഷാൽ അബൂബക്കർ മണലോടി, ഓസ്ട്രേലിയ റീജിയണൽ ഡയറക്ടർ ഇർഫാൻ മാലിക്, ഈസ്റ്റ് ആഫ്രിക്ക റീജിയണൽ ഹെഡ് അരുൺ നായർ, മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ് എന്നിവർ പങ്കെടുത്തു. ഇങ്ങനെ 2 ഭൂഖണ്ഡങ്ങളിലെ ഇരിങ്ങാലക്കുട ഷീവൽറി റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മണിക്ക് ക്ലബ് ഓഫീസ് പരിസരത്ത് വാർഷികാഘോഷവും പുതുവത്സരാഘോഷവും സംഘടിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ ഇന്ത്യ ക്യൂബ ട്രേഡ് കമ്മീഷണറും ക്ലബ് രക്ഷാധികാരിയുമായ അഡ്വക്കേറ്റ് KG അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ, ഇരിങ്ങാലക്കുട സർക്കിൾ ഇൻസ്പെക്ടർ അനീഷ് കരീം എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ചടങ്ങിൽ ക്ലബിന്റെ പരിധിയിൽ 75 വയസ്സിന് മുകളിലുള്ളവരെ ആദരിക്കും. തുടർന്ന് ക്ലബ് അംഗങ്ങളുടെ കലാപരിപാടികൾ, ജയരാജ് വാര്യർ ഷോ, പുലൂർ ചമയം നാടകരാവിന്റെ ഇലകൾ പച്ച എന്ന നാടകവും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ഉമ അനിൽകുമാർ, സിജു യോഹനാൻ, പ്രൊഫസർ ബേബി ജോൺ എന്നിവർ പങ്കെടുക്കും. കായിക വാർത്തകൾ നോക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വിജയ തുടർച്ച ആവർത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ്. കരുത്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. കൊച്ചിയിൽ നടന്ന അവസാന മത്സരത്തിൽ മുംബൈ സിറ്റിയെ തകർത്തതിൽ ആത്മവിശ്വാസത്തിലാണ് ബ്ലാസ്റ്റേഴ്സ്. മറുവശത്ത് മുംബൈക്കും ഗോവയ്ക്കുമെതിരെ നടന്ന അവസാന 2 മത്സരങ്ങളിലും തോൽവി വഴങ്ങിയ മോഹൻ ബഗാൻ ഈ മത്സരം നിർണായകമാണ്. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇത് നിങ്ങൾ ഇങ്ങനെ